അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ കഴിഞ്ഞു, പുതിയ വർഷം തുടങ്ങി. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു കഴിഞ്ഞ വർഷം, അതായത് 2024 ഞാൻ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനമെടുത്തു. 2025 എനിക്ക് പുതിയൊരു ജീവിതം കിട്ടിയെന്ന് പറയുമ്പോൾ അടുത്ത മാസം ഞങ്ങളുടെ 1ാം വിവാഹ വാർഷികമാണ്, ഫെബ്രുവരിയിൽ. അപ്പോൾ ഞാനെടുത്ത തീരുമാനം 100% ശരിയാണ് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കുഞ്ഞാവയ്ക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട്, അതായത് ഒരു വർഷമാകുന്നു ഞാൻ ഒരു സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ ആയിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുപോലെ, കാരണം ഒരു തരത്തിൽ എന്നെ വിഷമിപ്പിക്കുന്നില്ല, ഞാൻ വിഷമിക്കുന്നില്ല, വേദനിക്കുന്നില്ല. അതുതന്നെ ഏറ്റവും വലിയ സന്തോഷം. ബാക്കി സാമ്പത്തികവും ബാക്കി എന്തും ആയിക്കോട്ടെ, അതെന്തും ആയിക്കോട്ടെ, പക്ഷേ ഞാൻ മാനസികമായിട്ട് ഒരു റിച്ചാണ്. മാനസികമായിട്ട് ഞാൻ ഒരു ധനികയാണെന്ന് തന്നെ പറയാം. എനിക്ക് ആരെക്കൊണ്ടും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം ഭർത്താവിനെ കൊണ്ടായിക്കോട്ടെ, ഭർത്താവിൻ്റെ അമ്മയെ കൊണ്ടായിക്കോട്ടെ, അച്ഛനെ കൊണ്ടായിക്കോട്ടെ, വീട്ടുകാരെ കൊണ്ടായിക്കോട്ടെ, നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവരെ കൊണ്ടായിക്കോട്ടെ, ആരെ കൊണ്ടാന്ന് പറഞ്ഞാലും എല്ലാവരും സ്വന്തം തന്നെയാണ്. ആരെയും കൊണ്ടും നമുക്കൊരു ബുദ്ധിമുട്ടില്ല, ആരും നമ്മളെ വിഷമിപ്പിക്കുന്നില്ല. അതുതന്നെ ഒരു വലിയ സന്തോഷം. അപ്പോൾ 2025 ഒരു വലിയ തീരുമാനമെടുത്ത വർഷമാണ്. അപ്പോൾ 2026 ഈ സന്തോഷം ഇനി അങ്ങോട്ടും നിലനിൽക്കട്ടെ. എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷം മാത്രം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ അത്രയും വലിയ കൊട്ടാരമൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ വീട് വയ്ക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഈ മാസം പണി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്നും പിന്നെ നമ്മൾ മുട്ടയൊക്കെ വിറ്റ് കിട്ടുന്ന കുഞ്ഞു വരുമാനത്തിൽ നിന്നും വീട് പണിയാൻ വേണ്ടിയിട്ടാണ്. ലോൺ എടുക്കാൻ പേടിയാണ്. ഓൾറെഡി ഒരു ലോണുണ്ട്, പക്ഷേ അത് വേറെ. അതല്ലാണ്ട് വീട് പണിയാൻ വേണ്ടി ഒരു ലോൺ എടുത്തിട്ട് സമാധാനമില്ലാണ്ട് ടെൻഷൻ അടിച്ച് നടക്കാൻ വയ്യ. അതുകൊണ്ട് 2, 3, 4 വർഷം എടുത്തോട്ടെ നമ്മുടെ വീട് പണി. പക്ഷേ പ്രശ്നമില്ല. ഞങ്ങൾ ഇപ്പോൾ ഈ മാസം എത്രയാണോ വരുമാനമുള്ളത് അതിൽ നിന്ന് കുറച്ച് സാധനം ഇറക്കും. ചിലപ്പോൾ അടുത്ത മാസം നമ്മുടെ ഈ പണിക്കൂലി മാത്രമേ കാണത്തുള്ളായിരിക്കും. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്യും. നാളുകൾ ഒരുപാട് എടുക്കുമായിരിക്കാം. ഒന്ന് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നുള്ളിയും പെറുക്കിയൊക്കെ നമുക്കൊക്കെ തന്നെ എല്ലാം ചെയ്യാവുന്നതുപോലെ ഉള്ളൂ. എനിക്കിപ്പോൾ എന്താ പറയാൻ, നമ്മുടെ കയ്യിൽ അങ്ങനെ ബാലൻസോ സേവിങ്സോ അങ്ങനെയൊന്നും ഇല്ല. സേവിങ്സ് അങ്ങനെയൊക്കെ പറയാനാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് കയ്യിലെടുക്കാനെന്നും പറഞ്ഞ് നമ്മുടെ കയ്യിലൊന്നുമില്ല. ഉള്ള സേവിങ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറേ നാൾ കഴിഞ്ഞ് വല്ലതും കയ്യിൽ വന്നെങ്കിലേ ഉള്ളൂ. അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ളതൊക്കെയുള്ളൂ. അല്ലാണ്ട് നമുക്കിപ്പോൾ ഇത്ര രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, അതെടുത്തങ്ങ് പണി തുടങ്ങുക, അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. കാരണം ഇത്രയും നാളും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്വന്തമായൊരു വീടോ അല്ല എന്തെങ്കിലും വേണം എന്നുള്ള തോന്നി തുടങ്ങിയത് ഇപ്പോഴാണ്, ഈ അടുത്ത സമയത്താണ്. ഇപ്പം എനിക്കും കുഞ്ഞാവയ്ക്കും കൂടെ ഒരു കുടുംബമായിട്ട് ജീവിക്കണം, നമ്മുടെ തന്നെ ഒരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ടും ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നത് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ചുണ്ട്. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നവരെ, അങ്ങനെയുള്ളവരെ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നടന്നുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം. അത് ഞാൻ പെട്ടെന്നൊരു ദിവസം നിർത്തിയിട്ടില്ല. പുതിയതായിട്ടുള്ള ഒരു വള്ളിയും പിടിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ രഹസ്യമായിട്ട് അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നതായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോന്നു. ഇപ്പോൾ നമ്മൾ ചിലരെ സഹായിച്ച് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ നമുക്കിട്ടൊരു പണിയായിട്ടോ ഒക്കെ വന്നതൊരു കണക്കിന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് എടുക്കുന്നു. കാരണം അതുകൊണ്ടാണ് സ്വന്തമായൊരു കുടുംബവും ഒരു വീട് അങ്ങനെയുള്ള ചിന്തകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. പിന്നെ ഒരു കാര്യം വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ, വീടിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് എനിക്കും കുഞ്ഞാവയ്ക്കും തീരെ ഓപ്പോസിറ്റായിട്ടുള്ള അഭിപ്രായമായിരുന്നു. 2 പേർക്കും പിന്നെ കടലും കരയും പോലെയുള്ള വ്യത്യാസമായിരുന്നു താല്പര്യങ്ങൾ തമ്മിൽ. ഇവിടെ പടക്കമൊക്കെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. ഇന്നിവിടെ ഉത്സവം, വലിയ ഉത്സവം, പുൽപ്പള്ളി ഉത്സവം. അതിൻ്റെ കൊടിയേറ്റാണ് ഇന്നേ. 4-ാം തീയതിയാണ് താലം. വലിയ ഉത്സവം 4-ാം തീയതി. അതായത് കുഞ്ഞാവയുടെ മറ്റേ വില കൂടിയൊരു ഹെൽമെറ്റില്ലേ, അത് പോയിട്ട് ഒരു വർഷമാകുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അന്ന് അവിടെ വണ്ടിയെ വെച്ചിട്ട് പോയി ഉത്സവത്തിൻ്റെ അന്നത് കാണാതെ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, വീടിൻ്റെ അഭിപ്രായത്തിൽ എനിക്കും കുഞ്ഞാവയ്ക്ക് 2 അഭിപ്രായമാണ്. 2 അഭിപ്രായം എന്ന് പറയുമ്പോൾ, കുഞ്ഞാവയ്ക്ക് പിന്നെ ഇവർ പണ്ട് ഒറ്റമുറി വീട്ടിലാണ് എല്ലാവരും കൂടെ താമസിച്ചത്. അപ്പോൾ അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീട് വെക്കുന്ന കാലത്ത് ഒരു വലിയ വീട്, നല്ലൊരു 2 നില വീട്, വലിയ വീട് വേണമെന്നുള്ളൊരു ആഗ്രഹക്കാരനായിരുന്നു അവൻ. എനിക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞു വീട്, സമാധാനമുള്ള വീട്, കുഞ്ഞു വീട്, അത്യാവശ്യ സൗകര്യമുള്ള വീട് വേണം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഞങ്ങൾ തമ്മിൽ നല്ല തർക്കമായിരുന്നു. പിന്നെ ഭാവിയിൽ വരാൻ പോകുന്ന സാഹചര്യങ്ങളെ, അതായത് ബാധ്യതകൾ കയറി സമാധാനമില്ലാണ്ട് അങ്ങനെയുള്ള വീട്ടിൽ കിടക്കുന്നു എന്നുള്ളൊരു ചിന്ത കാരണം ഞങ്ങൾ ചെറിയ വീട്ടിലേക്കുള്ള ചിന്തയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരും മനസ്സിലാക്കി, ഞാനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം, എന്നാൽ വലിയ ഗ്രാൻഡായിട്ടുള്ള വീടല്ല. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സ്ഥലങ്ങളും മതി. അല്ലാണ്ട് ചുമ്മാ അടച്ചിടാനുള്ള മുറികളൊന്നും നമ്മുടെ വീട്ടിൽ വേണ്ട.
പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ചാച്ചനും അമ്മയും അങ്ങ് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കപ്പോൾ വീട് വെക്കാൻ സ്ഥലം വേണ്ട. സ്ഥലം നിലവിലുള്ളത് കുഞ്ഞാവയുടെ പേരിലാണ്, കുഞ്ഞാവയുടെ സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ വീട് ഒരുമിച്ച് വയ്ക്കുന്നു. അപ്പോൾ ചാച്ചനെ അമ്മയും കൂടെ ഇന്നല്ലെങ്കിൽ നാളെ അവരെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചാച്ചനും അമ്മയ്ക്കും ഒരു റൂമുണ്ടായിരിക്കും, അച്ചാച്ചിക്കും അമ്മയ്ക്കും ഒരു റൂമുണ്ടായിരിക്കും, പിന്നെ ഞങ്ങൾക്ക് ഒരു റൂമുണ്ടായിരിക്കും എന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. അപ്പം തന്നെ അത്യാവശ്യം വലിയ വീട് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്തായാലും ഇവർ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും ഭാവിയിൽ, അച്ഛനും അമ്മയും ചാച്ചനും അമ്മയും. പിന്നെ സുലോമ അറിയാമല്ലോ, ഞാൻ എവിടെ പോയാലും സുലോമ അവിടെ ഉണ്ടാവും. സുലോമയ്ക്ക് എന്നെ വിട്ട് പിരിയാൻ പറ്റത്തില്ല, അണ്ണാണിയും വിട്ട് പിരിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അടുത്തടുത്തുള്ള വീട് വെക്കുന്നത്. അപ്പോൾ എപ്പോഴായാലും സുലോമയിലെ അച്ചാച്ചി അവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. രണ്ട് വീട്ടിലും ഉണ്ടാവും, എങ്കിലും അവർക്ക് നിൽക്കാനൊരു സ്ഥലം അങ്ങനെ കരുതുന്നു. പിന്നെ നാളെ നമുക്കൊരു പിള്ളേരൊക്കെ ഉണ്ടാകുന്ന കാലത്ത് പിള്ളേരെന്തായാലും പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ പിള്ളേർ അവർക്കൊരു പ്രായമാകുന്നത് വരെ, അവർക്കൊരു പ്രായപൂർത്തിയാവുന്നത് വരെ ചാച്ചൻ്റെ അമ്മയുടെയും കൂടെ അല്ലെ അച്ചാച്ചിയുടെ അമ്മയുടെയും കൂടെ തന്നെ നിൽക്കണം എന്നുള്ളൊരാഗ്രഹക്കാരാണ് നമ്മൾ. മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ കഥ പറഞ്ഞ് കളിച്ച് ചിരിച്ച് അവരോടൊപ്പം ഉറങ്ങി ഉണരുന്ന കുഞ്ഞുങ്ങളാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അല്ലാണ്ട് അവരെ മാത്രം അടച്ചിട്ടൊരു മുറിയിൽ അവർക്കായിട്ടൊരു ലോകം തുറന്നു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ആഗ്രഹങ്ങളാട്ടോ. നമ്മുടെ വീട് പണി എപ്പോൾ കഴിയും, വീട് പണിയാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ സമയമാകുമ്പോഴേ അത് തുടങ്ങത്തുള്ളൂ, അതിൻ്റെ സമയമാകുമ്പോഴേ അത് തീരത്തുള്ളൂ. ഞാനും ഇതുപോലെ കുഞ്ഞു വീട്ടിൽ തന്നെയാണ് വളർന്നതും വലുതായതും എല്ലാം. വാതിലില്ലാണ്ട് വർഷങ്ങളോളം നമ്മുടെ വീടിന് വാതിൽ പോലും ഇല്ലായിരുന്നു. തറയ്ക്ക് പകരം വെറും മണ്ണായിരുന്നു. ചുറ്റും കുറേ സിമെൻറ്റ് കട്ട വെച്ച് കെട്ടിയിട്ടുണ്ടെന്നല്ലാണ്ട് 3-4 മുറിക്ക് ചേർന്നിട്ട് ഒരു ഡോറിൻ്റെ അവിടെ ഒരു ബൾബ്, അടുക്കളയിൽ ഇപ്പുറത്തെ റൂമിലൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ സൈസ് ബൾബില്ലേ, അതിൻ്റെ ലോ വോൾട്ടേജ് ഉള്ള ഒരു ബൾബുണ്ട്. എത്ര തവണ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ഭയങ്കര ശല്യമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ റബ്ബറും തോട്ടത്തിനിടയ്ക്കായിരുന്നു വീട്. പിന്നെ അന്നേരം വീട് പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല, പകുതി പോലും ആയില്ല. പിന്നെ കെട്ടിയ ഷെഡ്, നമുക്ക് വീട് പണി സമയത്ത് കെട്ടിയ ഷെഡിൽ നിൽക്കാൻ പറ്റാതെ മഴ വന്ന് വെള്ളം കയറലും പാമ്പിനെയൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ട് വീട് പണി തീരുന്നില്ലെന്ന് കണ്ടപ്പോൾ അമ്മ താമസം അങ്ങ് മാറ്റിയതാണ്. അന്നേരം നമുക്ക് ഒന്നുമില്ല, എങ്ങും തേച്ചിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. അടുപ്പുണ്ട്, ബാക്കി ചുറ്റിനും കെട്ടിയ ഭിത്തിയുണ്ട്, വീട് വാർത്തിട്ടുണ്ട്. തറയില്ല, കറണ്ടില്ല, വയറിങ്ങില്ല, യാതൊരു സൗകര്യമില്ല, ടോയ്ലറ്റ് ഇല്ല അകത്ത്. അത് എല്ലാം ഇങ്ങനെ കെട്ടിയിട്ടതല്ലാണ്ട് ക്ലോസറ്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. മിക്ക ദിവസങ്ങളിലും പാമ്പ് അവിടെ സ്ഥിരമായിരുന്നു. ഈ സിമെൻറ്റ് കട്ടയാകുമ്പോൾ പാമ്പിന് കയറിപ്പം ഗ്രിപ്പ് കിട്ടും. അപ്പോൾ ഈ പാമ്പിൻ്റെ ശല്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ എനിക്ക് വാശിയൊന്നുമില്ല വലിയ വീട്ടിൽ താമസിക്കണമെന്ന് അങ്ങനെയല്ല. എനിക്ക് കുഞ്ഞു വീട്, ഒരു കുഞ്ഞ് 4 കെട്ട് എൻ്റെ ഒരു സ്വപ്നമാണ്. പക്ഷേ അതിന് 4 കെട്ടാകുമ്പോൾ കോസ്റ്റ് കൂടും, എക്സ്ട്രാ ഭിത്തി വരണം. അതെ പെയിൻറ്റർ വന്നിട്ടുണ്ട്. ഞാൻ വീട് വെക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട്ടിൽ താമസിക്കണം, അല്ലെ സ്വന്തമായൊരു വീട് വെക്കണം എന്നുള്ളൊരു വാശിയും ആഗ്രഹവും ഭയങ്കരമായിട്ടുള്ളത് ആൾക്കാണ്. അത് കേട്ട് എനിക്കും ആഗ്രഹമായി. നമ്മൾ ഗൃഹനാഥന്മാർ നമ്മൾ തന്നെ ഭക്ഷണം വെക്കാൻ പ്ലാൻ ചെയ്യുന്നു, കുഞ്ഞാവ് എന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. അല്ലേ, അങ്ങനെയല്ല, അത് വേറെ, അങ്ങനെയല്ലല്ലോ. വീട് പണിയെ പറ്റി എന്താ ഉറക്കെ പറ. കുറേ ആയില്ല ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് രണ്ടുപേരും കൂടെ. സത്യം പറഞ്ഞാൽ വീട് പണിയെപ്പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ കഷ്ടകാലം തുടങ്ങുമ്പോഴാണ് വീട് പണി തുടങ്ങുന്നതെന്ന് പറയുന്ന പോലെ വീട് പണിയെപ്പറ്റി പ്ലാൻ ചെയ്ത് വീഡിയോയുടെ വ്യൂ നന്നായിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കോഴിയെ ഇറക്കി കൂടുതൽ വരുമാനം ഉണ്ടാക്കണം. അല്ലെ പശുവിൻ്റെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പശുവിനെ ഇറക്കുന്ന കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ 1-2 കാര്യം എന്താണെന്ന് വെച്ചാൽ, പശുവിനെ എടുക്കുമ്പോൾ എന്തായാലും നമുക്ക് പുല്ല് അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പിക്കപ്പിൻ്റെ ആവശ്യം വരും. നമ്മൾ കുറച്ച് 5-6 പശുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ആദ്യം 2-3 എണ്ണം, പിന്നെ അത് കൂടുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് തീറ്റ കൊണ്ടുവരാനും ചാണകം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനും ഒക്കെ നമുക്കൊരു വണ്ടി വേണ്ടി വരും. പശുവിനെ ഇറക്കുന്നതിന് മുന്നേ വണ്ടി മേടിച്ചാൽ അത്രയും ദിവസത്തെ CC കൂടുതൽ അടയ്ക്കണ്ടേ. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പറമ്പിലും പരമാവധി പുല്ല് വെച്ചു, പുല്ല് വളർന്നു, പുല്ലിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുക. 3-4 തവണ നമ്മൾ പുല്ല് വെട്ടിയെങ്കിൽ അതിങ്ങനെ പടന്നു വളരത്തുള്ളൂ. അത്രയും അത് പടന്നു വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് പശുവിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അതിലും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഉണക്കിന്, ഈ വരൾച്ച സമയത്ത് നമ്മുടെ പുല്ല് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി സ്പ്രിംഗ്ലർ സിസ്റ്റം നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന മോട്ടറിന് പവറില്ല. അപ്പോൾ ടാങ്ക് കെട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്പ്രിംഗ്ലർ സിസ്റ്റം ടാങ്കിൽ നിന്ന് മോട്ടർ വെച്ചിട്ട് ഈ പറയുന്ന ഇത്രയും ദൂരം ഈ എല്ലാ പറമ്പിലും കൂടെ നമുക്ക് പുല്ലിന് വെള്ളം നനയ്ക്കാൻ പറ്റത്തുള്ളൂ. പുല്ല് മാത്രമല്ല, കുറേ ഫ്രൂട്ട്സ് നിൽപ്പുണ്ട്, കുറേ തൈകളുണ്ട്, ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് നമ്മുടെ പറമ്പിൽ. ഇതിനെല്ലാം വെള്ളം എത്തിക്കണമെങ്കിൽ സ്പ്രിംഗ്ലർ സിസ്റ്റം നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ബജറ്റായിട്ടുണ്ട്, വലിയൊരു എമൗണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം സാധാരണ മോട്ടർ വെച്ച് ഓസിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് വെള്ളം നനയ്ക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് ചുരുക്കിയിരിക്കുകയാണ് പരിപാടി. അപ്പോൾ ഈ പുല്ല് ഉണങ്ങാണ്ട് ഇതിനെ സംരക്ഷിച്ച് കുറച്ചൊന്ന് പടന്ന് പന്തലിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പശുവിനെ ഇറക്കാൻ പറ്റും. പശുവിനെ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ചാടി കയറി ഇറക്കി കൊണ്ടുവന്നിട്ട് അതിനെ പട്ടിണിക്കിടാനോ, നമ്മൾ വല്ലവൻ്റെ പറമ്പിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്തലെന്ന് കേട്ടിട്ടില്ലേ? നമുക്ക് പോയി പുല്ല് പറിച്ചുകൊണ്ട് വന്നിട്ട് കൊടുക്കാന്നുള്ള ധാരണ നിൽക്കില്ല. പെട്ടെന്നൊന്ന് വയ്യാണ്ടായ പശു പട്ടിണിയായി പോരും. അത് വലിയൊരു പണിയാണത്. പറമ്പിലെ പുല്ല് ഉറക്കെ
പറമ്പിലെ പുല്ല് ഇവർക്ക് വേണ്ട പോഷകങ്ങൾ നൽകൂല. അതെ, നമ്മൾ പാല് കറവല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ കറവ് കിട്ടുന്ന രീതിയിലുള്ള പുല്ലും കാര്യങ്ങളും തീറ്റയെല്ലാം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ പറമ്പിൽ കിടക്കുന്ന പുല്ല് വിശപ്പ് മാറ്റുള്ളൂ. അങ്ങനെ നമ്മൾ നട്ട പുല്ലാണ് ഇപ്പോൾ ഉള്ളത്. ഇഷ്ടംപോലെ പുല്ലുണ്ട്. നമുക്കിപ്പോൾ 6 പോത്തുണ്ട്. 6 പേരെ നമ്മളിപ്പം പറമ്പിലെ വേറെയുള്ളിടത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടാണ് തീറ്റിക്കുന്നത്. അതില്ലെങ്കിൽ പോലും നമുക്ക് അരിഞ്ഞരിഞ്ഞ് കൊടുക്കാനുള്ള പുല്ലുണ്ട്. അപ്പം നമുക്ക് പശുവും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും കൂടെ തികയണ്ടേ. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ആദ്യത്തെ 2 പോത്ത് എന്ത് ചെയ്യും, മാത്തനും പോത്തനും എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരും വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ അറക്കാൻ കൊടുക്കാൻ മനസ്സ് വരാത്തത് കൊണ്ട് നമുക്ക് അറക്കാൻ കൊടുക്കുന്നതിന് മുന്നേ ഏതെങ്കിലും മനുഷ്യന്മാർ വളർത്താനുള്ളവരുണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. വരുന്നവരൊക്കെ അറക്കാൻ ചോദിക്കുന്നത് കൊണ്ടാണ് പിന്നെയും നമ്മൾ നിർത്തി പോകുന്നത്. അല്ലാണ്ട് ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അറക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. അറിയത്തില്ല, എനിക്കതിനെ നിർത്തിക്കൊണ്ട് പോയാലും അറിയത്തില്ല എത്ര നാൾ നിർത്താൻ പറ്റുമെന്ന്. ഞാൻ അതിന് പറ്റിയ ആൾക്കാരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു വിശ്വാസം വരണം, അവരെ കൊണ്ടുപോയിട്ട് എന്തായാലും കൊണ്ടുപോകുന്നവർ പറയുന്ന വാക്ക് പാലിക്കുമെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു മനസ്സമാധാനം വേണ്ടേ. അതുകൊണ്ട് അവരെ ഇങ്ങനെ നിർത്തിയേക്കാം. മിക്കവാറും ഈ പോത്തന്മാരെ നിർത്തി വളർത്തി അവർ പ്രായപൂർത്തിയാകുമ്പോൾ ഞങ്ങൾ കെട്ടിച്ചു വിടേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. പിന്നെ വീടിൻ്റെ കാര്യം പറയൂ. വീടിൻ്റെ കാര്യം എന്താ, നല്ല ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഈ മാസം തന്നെ പണി തുടങ്ങണം. എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കണം. പണി തുടങ്ങുമെന്ന് പറയുമ്പം ആദ്യം നമുക്കിപ്പോൾ സ്ഥലമുണ്ട്. സ്ഥലം വാങ്ങുക എന്നുള്ള ആ ഒരു ഘട്ടം നമ്മുടെ കഴിഞ്ഞു അല്ലേ. നമുക്ക് സ്ഥലം ഒരു പ്രശ്നമില്ല. ഇനി ആ സ്ഥലം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി കല്ല് പൊട്ടിക്കാനുള്ള പെർമിഷൻ എടുക്കണം. RDOന്റെ പെർമിഷൻ എടുക്കണം. എന്നിട്ട് കല്ല് പൊട്ടിച്ച് മാറ്റണം. അത്രയെങ്കിലും ഇത്തവണ ചെയ്തിട്ട് നമുക്ക് പെരത്തറ കെട്ടി പൊക്കി എടുക്കണം. പെര വെക്കാനുള്ള ഏരിയ പ്ലോട്ട് നമ്മൾ കല്ല് കെട്ടി അതിൽ മണ്ണടിച്ച് മണ്ണ് ഒരു മഴക്കാലം മൊത്തം മഴ കൊള്ളിച്ച് മണ്ണ് അതിനകത്ത് ഉറപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത്രയും ചെയ്താലേ ആ കെട്ടി വരുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം ഒരു വലിയൊരു പണി കഴിയും, വലിയൊരു എമൗണ്ട് കഴിയും. അത് പിന്നെ എവിടെ നമ്മുടെ വെള്ളച്ചാട്ടം കാണുന്നില്ലേ, വെള്ളച്ചാട്ടം നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് വരും. 6 മാസം ഞാൻ എത്ര ഒച്ച എടുത്താലും വെള്ളം വെച്ചാലും കുഞ്ഞാവയ്ക്ക് ചെവിതല കേൾക്കാം. കാരണം വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രമേ കാണുള്ളൂ. എനിക്ക് അടുക്കള തുറന്നു പോകുമ്പോൾ ആ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണണം. താഴോട്ട് ആ തോട്ടിൽ കൊണ്ടിട്ട് പാത്രം കഴുകണം, തുണി തോട്ടിൽ അലക്കണം. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ, നാച്ചുറൽ സങ്കല്പങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. നമ്മുടെ പ്രകൃതിയിലുള്ള സാധനത്തിനെ എങ്ങനെ ഈ വീട്ടിലേക്ക് എത്തിക്കാം എന്നുള്ള ചിന്തയിലാണ് നമ്മളിരിക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇനിയിപ്പോൾ യൂട്യൂബോ അല്ലെങ്കിൽ നമ്മുടെ കോഴിയുടെ വരുമാനത്തിലൊന്നും പരിപാടി പിന്നെ ഒരുപാടങ്ങ് നീണ്ടു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് 1-2 അവസരങ്ങളും സാധ്യതകളും ഒക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ യൂട്യൂബ് നിർത്തി പുറം രാജ്യത്ത് പോയിട്ട് പണിയെടുക്കും. അത് കുറേ ആയിട്ട് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഇവൻ എന്നെ പിരിയാനും എനിക്ക് അവനെ പിരിയാനും എനിക്ക് വീട്ടുകാരെ പിരിയാനും പട്ടി കോഴി എല്ലാത്തിനും പിരിയാനുള്ള വിഷമം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെയും നിൽക്കുന്നത്. പിന്നെ പുറത്ത് നിന്നാലുള്ള ഒരു അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാണ്ട്. മാത്രമല്ല ഇപ്പോൾ പോവുകയാണെങ്കിൽ ഒരാൾക്ക് ആദ്യം പോകാൻ പറ്റുന്നെങ്കിൽ പിന്നെ കുട്ടി ചട്ടി ഇതൊക്കെ പിന്നെയും താമസമാകും. ഇപ്പം നമുക്ക് കുട്ടിയും കുടുംബവും ഒക്കെ ആണല്ലോ ഏറ്റവും വലുത്. പിന്നെ തീരെ പറ്റുന്നില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പോകാതെ വേറെ വഴിയില്ല. മാത്രമല്ല വീട്ടിൽ കുറേ അല്ലാത്ത ജീവികളുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും പറ്റാതെ വന്നു കഴിഞ്ഞാൽ അതുങ്ങളെ നോക്കണ്ടേ, അവർക്ക് ചെലവിന് കൊടുക്കണ്ടേ. പ്രതീക്ഷ നമുക്കില്ല. നമ്മുടെ വീട്ടിൽ പെറ്റ് പെരുകിയ പട്ടികളൊന്നും അല്ല, പലയിടത്തുനിന്ന് കൊണ്ടുവന്നതുങ്ങളാണ്. അതുങ്ങൾക്ക് തീറ്റ കൊടുക്കണ്ടേ. അതുങ്ങളെ നമ്മൾ 10-40 എണ്ണത്തിന് ഒരു നേരത്തെ ആഹാരമെങ്കിലും നല്ല രീതിയിൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു ദിവസം എത്ര ചിലവ് അന്നേരം വരുന്നുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഉള്ളതൊരു വലിയൊരു സപ്പോർട്ടാണ്. അതില്ലായിരുന്നെങ്കിൽ എന്താ പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നത് അതിലാണ്. ഒരാളോ എത്രയോ ആൾക്കാർ അതുവഴി രക്ഷപ്പെട്ടു. നമ്മുടെ ഒരു ചാനൽ കൊണ്ട് തന്നെ ഒരുപാട് പേർക്കൊരു ജീവിതം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഓരോ യൂട്യൂബേഴ്സിനും അപ്പോൾ എന്തും വേണ്ടി വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ ഓരോ വ്യൂവും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ കട്ട, സിമെൻറ്റിൻ്റെ അറ്റം മൂല ഓട് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ആയിരിക്കും ഇനി അങ്ങോട്ടുള്ളത്. മിക്കവാറും കണ്ട കോളിന് ഞാൻ പോവേണ്ടി വരുമെന്ന് തോന്നുന്നു. 1-2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നല്ല ശമ്പളം കിട്ടുന്ന എവിടെയെങ്കിലേ പോകുള്ളൂ കേട്ടോ. അല്ലാണ്ട് നിസ്സാര ഇതിന് വേണ്ടിയിട്ട് പോകത്തില്ല. അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, പ്രവാസികൾ അതിൻ്റെ അഭിപ്രായം പറയൂ. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് നാട്ടിൽ നിൽക്കാനുള്ളൊരു ഒരു മോട്ടിവേഷൻ കൂടെ ആയിരിക്കും. ഇട്ടെറിഞ്ഞിട്ട് പോകരുത്, ഇതിൽ തന്നെ പിടിച്ച് നിന്ന് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും അവിടെ ഉള്ളവരുടെ അനുഭവം കേൾക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറയുക. പുതിയ വീട് വെക്കുമ്പോഴുള്ള സജഷനുകൾ, അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞു തരിക. കാരണം നമുക്ക് അറിയത്തില്ല, ഞങ്ങൾ ഒരുപാട് കൺഫ്യൂഷനില്ല. ഇപ്പോൾ കുഞ്ഞാവേൻ്റെ ഒരു കൂട്ടുകാരനെയാണ് നമ്മൾ പ്ലാൻ വരയ്ക്കാൻ ഏൽപ്പിച്ചേക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മനു, അവൻ സ്കാഡിയ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വയനാട്ടിൽ കേണിച്ചിറയിൽ ഒരു എഞ്ചിനീയർ, അവൻ്റെ ഭാര്യയും കൂടി നടത്തുന്ന സ്ഥാപനമാണ്. ഫ്രീ ആയിട്ട് വരച്ചു തരുമോ? നമുക്ക് ഫ്രീ ആയിട്ട് പേര് സ്കാഡിയ ബിൽഡേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഫ്രീ ആയിട്ട് വരച്ചാണ്. പ്രൊമോഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കേണിച്ചിറയിൽ അവനും അവൻ്റെ ഭാര്യയായിട്ട് ചെയ്യുന്നതാണ്. നമ്മളൊരു കോൺട്രാക്ടറായിട്ട് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുന്നതല്ല.
അപ്പം ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ 2-3 മാസം നമുക്ക് പണിയാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരു മാസം ഒട്ടും പറ്റത്തില്ലായിരിക്കും, ചിലപ്പോൾ അടുത്ത മാസം ഒരുപാട് പറ്റുമായിരിക്കും, നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പ്ലാൻ എസ്റ്റിമേറ്റും അവനോടൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മുറി അടുക്കളയും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കയറാമെന്ന് ഞാൻ പറഞ്ഞു. അത് ഒരു അടുക്കള, ഒരു കൊച്ചൊരു മുറിയും പിന്നെ എല്ലാം കൂടെ ആയിട്ടൊരു കുഞ്ഞൊരു വീട് വെച്ച് നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞ് കയറാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എല്ലാവരും വരുമ്പോൾ നമുക്കത് ഇപ്പം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു അത്യാഗ്രഹമാണെന്ന് തോന്നും. എന്തിനാ അത്രയും റൂമുകളും വെക്കുന്നത്, അങ്ങനെ വലുതായിട്ട് പണിയുണ്ടല്ലോ, പൈസ ഇല്ലല്ലോ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ ജീവിച്ചത് ഇതുപോലെ ചെറിയ വീടുകളിലാണ്. നമുക്കിപ്പോൾ ഒരു ഫാമിലിയിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരെല്ലാം വന്നു കഴിയുമ്പോൾ അവർക്കൊന്നും നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇവിടെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അമ്മ ആ റൂമിലല്ല കിടക്കുന്നത്. അമ്മ ഇപ്പോൾ സോഫയിലോ വേറെ എവിടെയെല്ലോ മാറി കിടക്കുന്നത്. കാരണം അമ്മയുടെ അകത്ത് കിടക്കാൻ പറഞ്ഞാലും അമ്മ കിടക്കുകയില്ല, കാരണം മുറിയില്ല. ഞങ്ങളില്ലാത്തപ്പോൾ അമ്മയും ചാച്ചനും കൂടെ ആ റൂമിൽ കിടക്കും. ഞങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അമ്മയും ചാച്ചനും പുറത്തിറങ്ങും. ഞങ്ങൾ പുറത്തിറക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് വീടുകളും കുടുംബക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കാം. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബക്കാരെ വന്നാലും ബന്ധുവീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കും, അടുത്ത വീടുകളിലൊക്കെ. പക്ഷെ അവിടെ നമുക്കടുത്ത് വേറെ വീടെന്ന് പറയാൻ നമ്മുടെ ഒരു വീടേ ഉള്ളൂ, ഇപ്പോൾ ഉള്ള വീട്. അത് കഴിഞ്ഞ് വേറെ വീടുകളില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ആൾ വന്നു കഴിയുമ്പോൾ, പരിപാടി മാത്രമല്ലല്ലോ, ഇവരൊക്കെ വയസ്സായി വരുമല്ലേ, എല്ലാവരും വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ആരെങ്കിലും നമുക്ക് കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴേ അവരെ നമുക്ക് എൻ്റെ ചാച്ചനും അമ്മയൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ അവരൊക്കെ എല്ലാവരും പ്രായമാവുകയാണ്, വയ്യാണ്ടാവുകയാണ്. അന്നേരം പിന്നെ നമുക്ക് പൊളിച്ചൊരു മുറി പണിയാനോ ഒരു ടോയ്ലറ്റ് പണിയാനോ നടക്കുകയില്ല. ഒരു വർഷം കൂടുതൽ എടുത്തോട്ടെ പണിഞ്ഞ് തീരുമ്പോഴത്തേക്ക്. എന്നാലും നമ്മൾ പറ്റുന്ന പോലെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന. എല്ലാ പ്ലാനും സെറ്റാക്കി പണി സ്റ്റാർട്ട് ചെയ്യാനാണ്. എല്ലാ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം അങ്ങനെയുള്ള അഭിപ്രായങ്ങളുള്ളവരൊക്കെ ഒന്ന് പറയണം. കാരണം ഞങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽ ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ സ്ഥിരമായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ സിമെന്റിന്റെ കട്ടയില്ല, സിമെന്റ് കട്ട എത്ര ഇഞ്ചാ, അത് 6-8 ഇഞ്ചൊക്കെ ഉണ്ട്. ആ കട്ടയിലാണ് നമ്മുടെ അവിടെ എല്ലാവരും വീട് പണിയുന്നത്. അതുപോലെ വാർക്കത്തേ ഉള്ളൂ, വേറെ ഒരു മെറ്റീരിയലും ചെയ്യാനുള്ള ആൾക്കാർക്ക് ധൈര്യമില്ല. ലോക്ക് ചെയ്യുന്ന മറ്റേ ഓട് പോലത്തെ സാധനമോ അതൊന്നും ചെയ്യാനുള്ള ധൈര്യം ആൾക്കാർക്കില്ല. പലരും ധൈര്യമില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ട് പണിയാൻ, കോസ്റ്റ് കുറച്ചുകൊണ്ട് ചെയ്യാൻ, എന്നാൽ പ്രൊട്ടക്റ്റീവായിട്ട് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ നമ്മുടെ അവിടെ പുതിയ മെറ്റീരിയൽ ഇറക്കി ഇത് പണിയാൻ അറിയാവുന്ന ആൾക്കാരില്ല, അതൊരു വലിയ പ്രശ്നമാണ്. ബി ബോർഡ് വെച്ച് തന്നെ ഇപ്പോൾ ചെയ്യാൻ നമ്മളൊന്ന് തപ്പി നടന്നാൽ പോലും നമുക്കൊരാളെ പണിക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും എന്നാൽ സിമെൻറ്റ് കട്ട വെച്ചോ ഇഷ്ടിക വെച്ചോ കെട്ടാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ കിട്ടും. അതിൽ മറ്റേ കണ്ണൂരൊക്കെ കാണത്തില്ലേ ചെങ്കല്ലിൻ്റെ ഒരു കട്ട, അതൊന്നും നമ്മുടെ അവിടെ എങ്ങും ഇല്ല, എങ്ങും കിട്ടത്തില്ല. അങ്ങനെ ഒരു വീടേ ഇല്ല നമ്മുടെ അവിടെ എങ്ങും. ചെങ്കല്ല് എന്നറിയാം, കണ്ണൂരിൽ നിന്ന് നമ്മൾ എത്തിക്കണം. കണ്ണൂർ മലപ്പുറം ആ ഏരിയയിലേ ഉള്ളൂ, മലപ്പുറത്തും ഇല്ലെന്ന് തോന്നുന്നു, കണ്ണൂരാണ് കൂടുതലും. അവിടെ നിന്ന് അത് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റാണ്. പത്തനംതിട്ട വരെ കട്ട എത്തുമ്പോഴത്തേക്കും എങ്ങനെയാണെങ്കിലും നല്ല കോസ്റ്റാവും. നമുക്കിപ്പോൾ കല്ല് പൊട്ടിച്ച് മാറ്റിയിട്ട് നമ്മുടെ പറമ്പിലേക്കുള്ള വഴി ഒന്ന് കുറച്ചും കൂടെ സെറ്റാക്കി എടുത്തെങ്കിൽ ബാക്കിയുള്ള മെറ്റീരിയലൊക്കെ ഈസിയായിട്ട് നമ്മുടെ പറമ്പിലേക്ക് എത്തത്തുള്ളൂ. ഞാനൊന്നുകൂടെ വിശദമായിട്ട് വഴി തൊട്ടെല്ലാം കൊണ്ട് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്താണെന്നുള്ളത്. ഇനി നിങ്ങൾ ആരെങ്കിലും പ്ലാൻ വരയ്ക്കുന്ന ആൾക്കാരാണ്, സ്നേഹത്തിൻ്റെ പേരിൽ പ്ലാൻ വരച്ച് തരാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നമ്മുടെ ഐഡിയ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം അറിയാമല്ലോ, വെറുതെ നമ്മളിങ്ങനെ എന്തിനാ വെറുതെ ഇല്ല അറ്റ കൈക്ക് ഞങ്ങൾ കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. കോമഡിയാ അല്ല, കോമഡി മീൻസ് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫ്രണ്ട് അവനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. ഇപ്പം എൻ്റെ വീട് ഇവിടെ, എൻ്റെ വീടിൻ്റെ പ്ലാൻ, മേളിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ പ്ലാൻ, അതിൻ്റെ മേളിലത്തെ പ്ലാൻ അല്ല, താഴെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്, ഈ 3 വീടിൻ്റെ പ്ലാൻ ഞാനാണ് വരച്ചത്. അതെ, എല്ലാം ഒരേപോലത്തെ വീടുകളാണ്. ഹെൽപ്പ് മനു അവനാണ് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഈ വീട് മാത്രമേ പണി തീർന്നിട്ടുള്ളൂ, ബാക്കി വീടുകൾ പണി തീർന്നിട്ടില്ല. ഇവൻ വരച്ച പ്ലാനിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ലൈഫിന്റെ വീടാണ്, നിങ്ങൾക്കറിയാലോ. ലൈഫിന്റെ വീടാണ്. ഞങ്ങൾ എന്നിട്ട് വിചാരിക്കുന്നറിയുമോ, ലൈഫിന്റെ വീട് വെച്ചാലോ എന്ന് വരെ ഒരു പ്ലാനുണ്ട്. അതായത് ലൈഫിന്റെ വീട് വെക്കാൻ വരെ ഒരു പ്ലാനുണ്ട്. എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ച് നമ്മളിപ്പം ഇത്ര വീടെന്നുണ്ടല്ലോ ഒരു പഞ്ചായത്തിൽ, നമ്മളെ കൊണ്ട് എങ്ങനെയെങ്കിലും വീട് തട്ടിക്കൂട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് മറ്റൊരാളുടെ അവസരം കളയുന്നത് എന്നോർത്തിട്ടാണ് നമ്മൾ ലൈഫിൻ്റെ വീട്ടിലേക്ക് ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരാളെടുത്ത് കഴിയുമ്പോൾ വേറൊരാൾക്ക് തീരെ നിവൃത്തിയില്ലാത്ത ഒരാൾക്കായിരിക്കും പറ്റാത്ത. ഇപ്പം ഞങ്ങൾക്കൊന്നുമില്ല, പുറത്ത് പഠിക്കുവാണെങ്കിൽ ഒരു ഓപ്ഷനുണ്ട്, അതുപോലും പറ്റാത്ത പ്രായമായ ആൾക്കാർക്കുള്ളൊരവസരം നമ്മളെന്തിനാ കളയുന്നത് എന്നോർത്തിട്ടാണ് ലൈഫിൻ്റെയിലേക്ക് തിരിയാത്തത്. ഒരുപാട് പേര് നമ്മൾക്കറിയാം ലൈഫിൻ്റെ വീടിന് വേണ്ടിയിട്ട് അവർ പറയുന്ന സ്ക്വയർ ഫീറ്റിൽ പണിഞ്ഞിട്ട് പൈസ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ വീട് കുറച്ചും കൂടെ വലുതാക്കി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കുറച്ചും കൂടെ വിസ്താരത്തിലൊക്കെ ആക്കുന്ന ആൾക്കാരുണ്ട്, കയ്യിൽ പൈസ വെച്ചിട്ട്. പക്ഷെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ ആലോചിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തരിക. നമ്മൾ പുതിയ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത പരിപാടി. കുഞ്ഞാക്ക് പിന്നെ ഈ വീട് പണിഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ട്.
പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ മെറ്റീരിയലും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഭൂമി കിടക്കുന്ന ഭൂപ്രകൃതിയാന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാം അതായത് ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും എല്ലാം മൊത്തത്തിൽ നമ്മുടെ അവിടെ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ വീട് പണിഞ്ഞിട്ടുള്ളവർക്ക് അറിയാമല്ലോ അതിലെന്തൊക്കെയാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയ കാര്യങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരിക. നമ്മൾ കാരണം പിന്നെ കോൺട്രാക്ടർ വർക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആരും വിളിക്കേണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ കോൺട്രാക്റ്റിൻ്റെ പൈസ കൂടെ തന്ന് ചെയ്യാനുള്ളൊരു നിവൃത്തിയുള്ള ആൾക്കാരെല്ലാം നമ്മൾ കാണുന്ന കെട്ടപ്പ് മാത്രമേ ഉള്ളൂ. ഒറ്റയടിക്ക് നടക്കൂല, 2-3 വർഷം അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് തീർക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ മാസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ കാര്യങ്ങൾ ഓരോ തവണയും നടക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ലോട്ടറി അടിക്കുന്ന പോലെ നല്ല കാര്യം നടക്കും. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോഴി, നമ്മുടെ കയ്യിൽ മുട്ടയിടുന്ന കോഴി കൊടുത്ത് തീർന്നു. മുട്ടയിടുന്ന കോഴി നമ്മളൊരു സമയമാകുമ്പോഴത്തേക്ക് മൊത്തത്തിനെ മാറ്റും. മുട്ട കുറഞ്ഞ് വരുമ്പോഴത്തേക്ക്, അതായത് ഒരു 500 കോഴിയാണെങ്കിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. 500 കോഴിയെ നമ്മൾ തീറ്റ കൊടുത്ത് നിർത്തുമ്പോൾ നമുക്ക് ലാഭം കഴിഞ്ഞിട്ട് എത്ര മുട്ടയുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കഴിഞ്ഞ് നമുക്കൊരു ലാഭം കിട്ടുമെന്ന് നമുക്കറിയാം, പണിക്കൂലി എല്ലാം കഴിഞ്ഞിട്ട്. അത് എണ്ണം കുറഞ്ഞ് വരുമ്പം നമുക്ക് പിന്നെ തീറ്റ കൊടുക്കുന്നത് നമുക്ക് നഷ്ടമാണ്. നമ്മൾ 24 മണിക്കൂർ തീറ്റ കൊടുത്താൽ തിന്നുകൊണ്ടിരിക്കുന്നതാണ് കോഴിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരളവിൽ കൂടുതൽ തീറ്റ കൊടുത്താൽ അത് മൊത്തം നഷ്ടമാണ്. അപ്പോൾ നമ്മൾ മുട്ടയിടാറായ കോഴിയെ എടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് നമുക്ക് വരുമാനമാണ്. കോഴിക്ക് വില കൂടുതലാണ്, അപ്പോൾ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ചത്തുപോവുക, കുഞ്ഞു കോഴിക്ക് ഈ ചാകുന്നതിൻ്റെ റേറ്റും കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് പിന്നെ പ്രശ്നമാകുന്നത്. അപ്പോൾ നമുക്കൊരു 4 മാസം പ്രായം അല്ലെങ്കിൽ ഒരു 3 മാസം പ്രായമായ കോഴിയെ കിട്ടിയാൽ ഒരു മാസം 1.5 മാസത്തിൽ 4.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മുട്ടയിട്ട് തുടങ്ങും. അപ്പോൾ തൊട്ട് നമുക്ക് വരുമാനം വരും. ഇത്തവണ ഞാൻ കോഴിയെ കുറേ അന്വേഷിച്ചിട്ട് എങ്ങും BV380 കോഴി ഒരു 4 മാസം തൊട്ടോ അല്ലെങ്കിൽ മുട്ടയിടാറായതോ കിട്ടാനില്ലായിരുന്നു. 2 മാസം പ്രായമായ കോഴിയാണ് നമ്മൾ ഇറക്കിയേക്കുന്നത്. 2 മാസം പ്രായമായ കോഴി എന്ന് പറയുമ്പോൾ ഇനിയും നമ്മൾ 2.5-3 മാസത്തോളം മൊത്ത കോഴി മുട്ടയിട്ട് തുടങ്ങുന്നവരെ നമ്മൾ തീറ്റ കൊടുക്കണം. അന്ന് പറയുമ്പോൾ ഓർത്തോണം, ഒരു 500 കോഴിയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ 500 കോഴിക്ക് നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് ഓരോ ദിവസവും തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം വരുമാനമില്ല. നമ്മൾ മൊത്തത്തിലൊന്ന് ടൈറ്റ് ആകും അത് മുട്ടയിട്ട് തുടങ്ങുന്നത് വരെയുള്ളത്. അപ്പോൾ കോഴിയെ വാങ്ങുമ്പോൾ കോഴിക്ക് വില കുറവാണ്, പക്ഷേ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. പെട്ടെന്ന് അസുഖങ്ങൾ വരും. കോഴി എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് വന്നാൽ ചടപടയെന്നും പറഞ്ഞ് എല്ലാം തീരും. അപ്പോൾ നമുക്ക് ഇത്തവണ കിട്ടിയേക്കുന്നത് 2 മാസം പ്രായമായ കോഴിയാണ്. അത് നിങ്ങൾ മുട്ടയുടെ അത് പറയാം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ കിട്ടി. അത് പക്ഷേ പറയുന്നില്ല, സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ പുതിയ കോഴിയെല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട്. മറ്റേ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് മറ്റേ കേജിൻ്റെ അകത്ത് ഇടാൻ പറ്റത്തില്ല. നിങ്ങൾ കാണത്തില്ലേ മുട്ടയൊക്കെ ഇങ്ങനെ ഉരുണ്ട് വരുന്നത്, അത് പറ്റില്ല. തറയിൽ അറക്കപ്പൊടി ഇട്ടിട്ട് തറയിൽ ഇടാൻ പറ്റുള്ളൂ. കാരണം മറ്റേ കൂട്ടിക്കൂടി ഇതിൻ്റെ കാല് താഴ്ത്തു പോകും. അപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. പിന്നെ അപ്പോൾ വെള്ളം ഓട്ടോമാറ്റിക്കല്ല, വെള്ളപ്പാത്രത്തിൽ ഓരോ തവണ എടുത്ത് വെച്ച് നിറച്ച് വെക്കണം. തീറ്റപ്പാത്രത്തിൽ തീറ്റ നിറയ്ക്കണം. മറ്റിങ്ങനെ പാത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പോരെ, പാത്തിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് അത് കൊത്തി കൊത്തി കുടിച്ചോളും. അപ്പോൾ ഈ പണി മൊത്തത്തിൽ അങ്ങ് ഇരട്ടിയാവും, റിസ്ക് കൂടും, കാത്തിരിക്കേണ്ട സമയം കൂടും, കയ്യിൽ നിന്നുള്ള പൈസ പൊക്കോണ്ടിരിക്കും. ഇങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ആ ഒരു കോഴിയെ കൂടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മളൊന്നും കൂടെ ഒന്ന് ടൈറ്റായ പോലെയായി. പിന്നെ പോത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറക്കി, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ പിന്നെ നമ്മുടെ കയ്യിൽ ചില അല്ലറ ചില്ലറ ബിസിനസ്സുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയൊരു സാധനം വാങ്ങുക, വില കൂടുമ്പോൾ വിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പരിപാടികളില്ലേ, അങ്ങനെ കുറച്ച് അല്ലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. വലിയ വലിയ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റേ ടെക്സ്റ്റൈൽ ഷോപ്പോ ഓൺലൈൻ ബിസിനസ്സോ അങ്ങനെയൊന്നും അല്ല. ചക്ക വാങ്ങിയിട്ട് മാങ്ങ വാങ്ങുന്നു അല്ലേ മാങ്ങ വാങ്ങിയിട്ട് മാങ്ങ കൊടുത്തിട്ട് ചക്ക വാങ്ങിയിട്ട് ചക്ക കൊടുത്തിട്ട് ബാർട്ടർ സിസ്റ്റം ആണോ? അതുപോലെയൊക്കെ ഒന്ന് പറയാം. ചെറിയ ലാഭം വരുമ്പോൾ കൊടുക്കുക, സാധനത്തിൽ നിന്ന് വാങ്ങിക്കുക, ആ പൈസയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് കുറച്ച് സാധനം വേറെ വാങ്ങിക്കുക. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു 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 ബിസിനസ്, ആർക്കും പ്രശ്നമില്ലാണ്ട് എല്ലാവർക്കും വരുമാനം കിട്ടുന്ന പോലെയുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു അന്നും നമ്മുടെ ജീവിതം അന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ചില പരിപാടികളൊക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു 2026 നേർന്ന് നിങ്ങളുടെയൊക്കെ അഭിപ്രായമൊക്കെ ഞാൻ കാത്തിരിക്കുന്നു. എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കണം. കമൻറ്റിലാന്ന് പറഞ്ഞാൽ ഒരു ഓൾ ദ ബെസ്റ്റോ അല്ലെങ്കിൽ നല്ലത് വരട്ടേന്നോ, പെട്ടെന്ന് പണി വീടിൻ്റെ നടക്കട്ടേന്നോ, അല്ലെങ്കിൽ ഹാപ്പി ന്യൂസാണ്, ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടുക. അങ്ങനെ ഞാൻ വല്ലപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണമൊന്നുമില്ല, ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ, വല്ലപ്പോഴും ഒക്കെ ഞാനിവിടെ പറയണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റാ.